അല്ല, ആദ്യം തന്നെ മദ്യനിർമ്മാണമല്ല, ആദ്യം എഥനോൾ നിർമ്മാണമാണ്. 4 ഘട്ടമായിട്ടാണല്ലോ. എഥനോൾ നിർമ്മാണം മാത്രമല്ലല്ലോ. മേഡം, എഥനോൾ നിർമ്മാണം മാത്രമല്ലല്ലോ. നോക്ക്, എത്ര എഥനോൾ നിർമ്മാണത്തിൻ്റെ മറവിൽ എത്ര കാര്യങ്ങൾക്കാണ് ഇവർ അനുമതി നൽകിയിട്ടുള്ളത്. നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതൊക്കെ രീതിയിലാണ്. അത് പിണറായി വിജയൻ തന്നെ പറഞ്ഞു, എഥനോൾ പ്ലാന്റ് മാത്രമല്ല, ഏഴോളം പ്രൊഡക്റ്റുകൾക്കുള്ള അനുമതിയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, അപ്പം മദ്യക്കച്ചവടത്തിന് വേണ്ടി ഒരു കമ്പനിയെ മാത്രം ഇവർ സെലക്ട് ചെയ്തതാണ് നമ്മളെല്ലാവരും സംശയത്തിന് നിലനിർത്തുന്നത്. അങ്ങനെ നമ്മൾ സംശയം ചോദിക്കുന്ന സമയത്ത് MP രാജേഷോ പിണറായി വിജയൻ്റെ ഒരു മറുപടി തൃപ്തരല്ല കേരളത്തിലെ ജനങ്ങൾ. ആരാണ് ഒയാസിസ്? നമുക്ക് കേരളത്തിൽ ഇതുപോലെയുള്ള ഇതേ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുണ്ടല്ലോ. ഈ കമ്പനികൾക്ക് സർക്കാർ മേഖല കമ്പനികളുണ്ടല്ലോ. സർക്കാർ കമ്പനികൾക്ക് പോലും കിട്ടാത്ത അനുമതി എങ്ങനെയാണ് ഇവർക്ക് മാത്രം കിട്ടുന്നത്? അതാണ് ഞാൻ പറയുന്നത്. ഒരു കമ്പനിക്ക് വേണ്ടി മാത്രം മദ്യനയത്തെ മാറ്റിയിട്ട് മദ്യനയത്തിൻ്റെ പേര് അവർ പറയുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ മദ്യനയം മാറ്റിയിട്ടുള്ളത്? അത് ചർച്ച ചെയ്യണ്ടേ? എന്തിനു വേണ്ടിയിട്ടാണ് ഈ മദ്യനയം മാറ്റിയിട്ടുള്ളത്? അവിടെയാണ് ഈ ദുരൂഹമായിട്ടുള്ള ഒരു കമ്പനി കേരളത്തിൽ വരുന്നു, കേരളത്തിലെ ജനജീവിതം ദുസ്സഹമാക്കുന്നു. അടിസ്ഥാന ജനവിഭാഗം നോക്കൂ, ഇപ്പോൾ മലമ്പുഴ ഡാമിലെ വെള്ളം ഉപയോഗിക്കാൻ എന്തിനാ പറ്റുക? ഇവിടെ കൃത്യമായിട്ടുള്ള ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട്, അവിടുത്തെ വെള്ളം എന്ന് പറയുന്നത് കുടിവെള്ളത്തിനും കൃഷിക്കും വേണ്ടി മാത്രമുള്ളതാണ്. അതെങ്ങനെ വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മലമ്പുഴ ഡാമിനോട് ചേർന്നുകൊണ്ട് അനവധി പ്രൊജക്ടുകൾ വന്നു കഴിഞ്ഞാൽ അടിസ്ഥാന ജനവിഭാഗത്തിന് കുടിവെള്ളം വേണ്ട മേഡം. ഇത് ബിനോയ് വിശ്വം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ. കഞ്ചിക്കോട് കിൻഫ്ര പാർക്കിൽ വെള്ളം എത്തിക്കാൻ ദിവസം 10 ദശലക്ഷം ലിറ്ററിന്റെ പദ്ധതിക്ക് അനുമതിയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കൊടുക്കുമെന്നാണ് പറയുന്നത്. അല്ല മേഡം, ഇതിനകത്ത് നമ്മൾ പറഞ്ഞ കോടിക്കണക്കിന് ലിറ്ററിൻ്റെ അളവൊന്നുമല്ല സ്വാഭാവികമായിട്ട് ഈ കമ്പനി ഓപ്പറേറ്റ് ചെയ്താൽ. ഇപ്പോൾ ഇവരുടെ ഓൾറെഡി മധ്യപ്രദേശിൽ ഇവരുടെ കമ്പനി ഒയാസിസ് കമ്പനി പൂട്ടലിൻ്റെ വക്കിലാണ്. രണ്ടാമത് ഓൾറെഡി തന്നെ ഇപ്പോൾ പഞ്ചാബിൽ കമ്പനി പൂട്ടി. സ്വാഭാവികമായിട്ട് ഓൾ ഓവർ ഇന്ത്യയിലേക്ക് ഉൽപ്പാദിപ്പിക്കാനുള്ള മുഴുവൻ പ്രൊഡക്റ്റുകളും ഈ കേരളത്തിൽ നിർമ്മാണം ചെയ്യാനാണ് ഈ കമ്പനിയുടെ താല്പര്യം. ആ താല്പര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് കമ്പനി ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മലമ്പുഴ ഡാമിലെ മുഴുവൻ വെള്ളം എടുത്താൽ പോലും ഈ കമ്പനിയുടെ ഉൽപ്പാദനത്തിന് തികയില്ല മേഡം. അപ്പോൾ ഇത് വലിയൊരു കൊടുംചതിയാണ്. ഇത് നോക്കൂ, ആ പ്രദേശവാസികളായ ആളുകളെ ഇത് ബോധ്യപ്പെടുത്തണം. അങ്ങനെയല്ലേ ഒരു വ്യവസായം വരുന്ന സമയത്ത് സാമാന്യം ഇപ്പോൾ ഒരു ചട്ടങ്ങളും നിയമങ്ങളും പറയുന്നതിന് അപ്പുറത്തേക്ക് സുസ്ഥിര വികസനത്തിൽ പ്രദേശവാസികളുടെ വിഭവത്തെ ചൂഷണം ചെയ്യാൻ പാടില്ല. അത് UN-ന്റെ നിയമമാണ്. ആ നിയമങ്ങളെ ലംഘിക്കുകയാണ് ഏതെങ്കിലും ഒരു ചട്ടക്കൂട്ടുണ്ടാക്കിയിട്ട് മദ്യനയം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഇത് വലിയൊരു തട്ടിപ്പാണ്. അതിന് ഒത്താശ പാടുകയാണ് CPI. അതിന് ഇപ്പോൾ നമ്മൾ PD സതീശൻ്റെയും അല്ലെങ്കിൽ ചെന്നിത്തലയുടെ ഒക്കെ എതിർപ്പൊക്കെ നമ്മളിപ്പോൾ സ്വാഭാവികമായി കണ്ടാൽ മതി. നാളെ ഇതിനോട് അവരും സമരസപ്പെടും. പക്ഷേ BJP ഇതിനോട് സമരസപ്പെടില്ല. ഇത് അതിജീവനത്തിന്റെ പോരാട്ടമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. മണ്ണും വായുവും ജലവും അവിടുത്തെ എലപ്പുള്ളിയിലെ ജനങ്ങൾക്ക് സംരക്ഷിക്കാനുള്ള എല്ലാ പോരാട്ടങ്ങൾക്കും BJP ഒപ്പം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.